ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയും തിരുവചനങ്ങളാണ് നാം ധ്യാനിക്കുക. യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭക്തകൃത്യങ്ങൾ: 1 ധർമ്മദാനം, 2 പ്രാർത്ഥന, 3 ഉപവാസം എന്നിങ്ങനെയാണ്. തീർച്ചയായിട്ടും പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക, കർത്താവ് നമ്മൾ ദാനം ചെയ്യുന്നതും ആഴമായി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ല രീതിയിൽ ഉപവസിക്കുന്നതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മോടത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കർത്താവ് ഈ 3 കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് പേര് കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ അത് ചെയ്യരുത്. ഈ 3 കാര്യങ്ങളുടെ പിന്നിലും നമ്മുടെ പ്രശസ്തിയാകരുത് ലക്ഷ്യം, മോട്ടീവ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണ്. നേരത്തെ 5-ാം അധ്യായത്തിലെ 14-ഉം 16-ഉം വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. അപ്പം നമ്മുടെ നല്ല മാതൃക തീർച്ചയായിട്ടും ലോകത്തിന് മുമ്പിൽ നൽകപ്പെടണം, പ്രകാശിപ്പിക്കപ്പെടണം, അതിന് സംശയമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഷോ ഒഴിവാക്കാൻ ശ്രമിക്കാറില്ല. നമ്മൾ കൂടുതൽ ബുദ്ധിയുള്ളവരാണ്, പാണ്ഡിത്യമുള്ളവരാണ്, കൂടുതൽ പവർഫുള്ളാണ്, അതുപോലെ മറ്റ് ലോകം ഏറ്റവും ഒന്നാമതായിട്ട് ഗണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളും അതിലൊക്കെ മികച്ചവരാണ് എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാറുണ്ട്. ഒന്നാമത് നമ്മൾ കാണുക ധർമ്മദാനമാണ്. അതിനു മുമ്പിൽ കാഹളം മുഴക്കരുത് എന്ന് കർത്താവ് പ്രത്യേകമായിട്ട് പറയുന്നു. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? പ്രത്യേകിച്ച് പരസ്യമായിട്ടുള്ള ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുൻപായിട്ട് കാഹളം മുഴക്കാറുണ്ട്. ഈ ഉപവാസം ഫലപ്രദമാകണമെങ്കിൽ ധർമ്മദാനം വേണം എന്ന് യഹൂദന്മാർ കരുതി. അതുകൊണ്ടാണ് ഈ നിങ്ങൾ മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ കാഹളം മുഴക്കരുത് എന്ന് പറയുമ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ്, പ്രത്യേകിച്ച് ഫാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളത് ചിന്തിക്കേണ്ടത്. അന്നത്തെ സാഹചര്യത്തിൽ 2-3 തരത്തിലുള്ള കപടനാട്യക്കാരുണ്ട്. ഒന്നാമത്തെ കൂട്ടർ, അവർക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ തിന്മയാണ്, എന്നിട്ടും അവർ ഏറ്റവും നല്ലവരാണെന്ന് കരുതി പറഞ്ഞ് മറ്റുള്ളവരെ വഞ്ചിക്കുന്നു. രണ്ടാമത്തെ, കുറേയൊക്കെ പൊങ്ങച്ചത്തിൻ്റെ പേരിൽ ഭക്തന്മാരായ കപടനാട്യക്കാരായിട്ട് മാറുന്ന ചില വ്യക്തികൾ, അവർ സ്വയം വഞ്ചിക്കുകയാണ്. മിക്കവാറും ഇവിടെ പറയുന്ന ആ കപടനാട്യക്കാർ ഒരുപക്ഷെ മറ്റുള്ളവരെ വഴിതെറ്റിക്കാനോ വഞ്ചിക്കാനോ ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷേ സ്വയം വഞ്ചിക്കുന്ന, പൊങ്ങച്ചമുള്ള, ഭക്തിയുള്ളവരാണെന്ന് കാണിക്കുന്ന കപടനാട്യക്കാരാണ്. വീണ്ടും മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഭക്തകൃത്യങ്ങളും ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചിന്തിച്ച് സ്വയം കബളിപ്പിക്കുന്നു, മറ്റുള്ളവരെ പറ്റിക്കുന്നു. ഇങ്ങനെയുള്ള ആ അവസ്ഥകളൊക്കെ അന്നും ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഇന്നുമുണ്ട്. നമ്മുടെ ഇടവക ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഉള്ള പരക്കം പാച്ചിലുണ്ട്. എല്ലാ സ്പോൺസറിങ്ങിലും മിക്കപ്പോഴും നമ്മൾ കാണുക, എല്ലാ സ്പോൺസറിങ്ങെന്ന് ഞാൻ പറയുന്നില്ല, പല സ്പോൺസറിങ്ങിൻ്റെ പുറകിലും അല്ലെങ്കിൽ പരസ്യം കൊടുക്കലിൻ്റെ പുറകിലൊക്കെ സ്വന്തം പേര് വരണം എന്നുള്ള നിർബന്ധമാണ്. ചിലപ്പോഴൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിപിടി നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവന് പേര് കിട്ടുമോ എന്ന പേടി പലർക്കുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മനോഭാവങ്ങളാണ് കർത്താവ് നമ്മോട് മാറ്റാനായിട്ട് പറയുക. രണ്ടാമത്, പ്രാർത്ഥനയെ പറ്റിയിട്ടാണ് ഈശോ നമുക്ക് വ്യക്തമായ അവബോധം നൽകുന്നത്. പ്രാർത്ഥനയുടെ സ്ഥലമോ സമയമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ
നീ സ്വീകരിക്കുന്ന പോസ്റ്റർ അല്ലെങ്കിൽ ആ ശാരീരിക നിലയോ ഒന്നും പ്രധാനമല്ല. ഏറ്റവും പ്രധാനം നിൻ്റെ മോട്ടീവ്, നിൻ്റെ ഉദ്ദേശശുദ്ധിയാണ്. ഭക്തിയുള്ളവനെന്ന് അല്ലെങ്കിൽ നല്ലവനെന്ന് ഉള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കാനാണോ നീ ശ്രമിക്കുന്നത്? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, വിജാതീയരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? വിജാതീയരെ വിമർശിക്കുകയല്ല കർത്താവ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നീങ്ങാത്തവരൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തവരൊക്കെ വിജാതീയരാണ്. വിജാതീയ മനോഭാവം എന്താണ്? വിജാതീയ മനോഭാവം നീണ്ട പ്രാർത്ഥനകൾ വഴി, ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ വഴി ദൈവം സംപ്രീതനാകും. ഈ മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത്. പ്രാർത്ഥന നീട്ടിയതുകൊണ്ട് പ്രാർത്ഥന ഇഫക്റ്റീവാവും എന്നുള്ള ചിന്ത നമ്മൾ കൈവെടിയണം. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനാക്രമത്തിലൊക്കെ സോളംനിറ്റി, ആഘോഷം കൂട്ടാനുള്ള പ്രവണത എപ്പോഴും ഉണ്ട്. കാർമ്മികന് അനുഭവമുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന മറ്റ് വിശ്വാസികൾക്ക് ചിലപ്പോഴൊന്നും അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്രാർത്ഥനാ രീതികളെ വിലയിരുത്താനും അത് ഏവർക്കും അനുഭവവേദ്യമാകുന്നുണ്ടോ എന്ന് ഒരു ആത്മവിമർശനം നടത്താനും ഏറ്റവും നല്ല അവസരമാണ് നോമ്പുകാലം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഉപവാസത്തെ പറ്റിയാണ്. യഹൂദന്മാർ സാധാരണയായിട്ട് ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ചിരുന്നു. തിങ്കളും വ്യാഴവും മുഖം കഴുകാതെ, ഷേവ് ചെയ്യാതെ, തലയിൽ ചാരം വിതറി, മുടി ചീകി മിനുക്കാതൊക്കെയാണ് അവർ ഉപവസിച്ചിരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം അയാൾ ഉപവാസത്തിലാണ് എന്ന്. പക്ഷെ അതിൻ്റെ പ്രശ്നം നമുക്കറിയാം, ആ വ്യക്തിക്ക് ശ്രദ്ധ കിട്ടണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. ഉപവാസം ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന, ദൈവത്തോടൊപ്പം വസിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുക മനുഷ്യൻ്റെ അടുത്തിരിക്കുന്ന, ലോകത്തിൻ്റെ പ്രത്യേകമായ പ്രശസ്തി തേടുന്ന ഒരവസ്ഥയാണ്. അതാണ് നമ്മിൽ നിന്ന് ദൂരെ അകറ്റാൻ ഈശോ പറയുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും കർത്താവിലേക്ക് അടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടോ, അതോ എന്നെ തന്നെയാണോ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്ന് വിലയിരുത്താനുള്ള അവസരമായിട്ട് മാറണം. ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയത്തിൻ്റെ ശിക്ഷണമാണ് നടക്കേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരമാണ് നാം നിയന്ത്രിക്കേണ്ടത്. ബാഹ്യമായിട്ടുള്ള പ്രാർത്ഥനയും ഉപവാസവും സൽപ്രവൃത്തികളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശശുദ്ധി പരിശോധിക്കുക. ഈ 3 കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഇതുപോലെ ഏറെ കാര്യങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും, എല്ലാ പ്രവൃത്തികളുടെയും പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശശുദ്ധി പരിശോധിക്കുക. ദൈവത്തിൻ്റെ പ്രീതിയാണോ, ദൈവത്തിൻ്റെ മഹത്വമാണോ നാം അന്വേഷിക്കുന്നത് എന്ന് ആദ്യമേ വിലയിരുത്തി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പരിശ്രമിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.